ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2 ദിവസത്തിൽ ഡിവോഴ്സായി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഡിവോഴ്സായി എന്ന് പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ കണ്ട് ശീലിച്ചവരായതുകൊണ്ട് അൺഹെൽത്തി പാറ്റേൺ അവർ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുകയും അവരുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ആ ഒരു ഔന്നത്യം കൊണ്ട് ഞാനിത് ടോളറേറ്റ് ചെയ്യില്ല എന്നുള്ള തീരുമാനം കൃത്യമായിട്ട് എടുക്കുകയും ആ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സൊസൈറ്റി അവരുടെ ചുറ്റും ഉണ്ടാവുകയും ചെയ്യുന്നു. ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പേരൻറ്റിങ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ അതിഭീകരമായ റോളുണ്ട്, അങ്ങേറ്റത്തെ റോളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത് ആ ബിഹേവിയറിന് ഒന്നില്ലെങ്കിൽ ആ വീട്ടിൽ അറ്റൻഷൻ കിട്ടിക്കാണും അല്ലെങ്കിൽ തീരെ കിട്ടിക്കാണില്ല. അപ്പോൾ ഏതാണോ ആ കുട്ടിക്ക് വർക്കായത് അതായിരിക്കും പിൽക്കാലത്ത് ആ കുട്ടി പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. നാർസിസ്റ്റിക് കുട്ടികൾ ഡെവലപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിലുള്ള അപ്രിസിയേഷനും കിട്ടില്ല. അവരുടെ ടോക്സിക് ആയിട്ടുള്ള മദറിന് ഇഷ്ടമുള്ള പോലെ ബിഹേവ് ചെയ്താൽ മാത്രം ശ്രദ്ധ കൊടുക്കും. മദറിനെ പ്രീണിപ്പിച്ചാൽ ശ്രദ്ധ കൊടുക്കും. മദറിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചെയ്താൽ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പേരൻറ്റിങ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ അതിഭീകരമായ റോളുണ്ട്, അങ്ങേറ്റത്തെ റോളുണ്ട്. അതായത് ചില ആൾക്കാർ നമ്മൾ പറയുമല്ലോ, ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞിട്ട് ദേ വിൽ ചൂസ് റോങ്. എപ്പോഴും റെഡ് ഫ്ലാഗ് തന്നെ ചിലർക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, അങ്ങനെ പറയും നമ്മൾ. അപ്പോൾ അത് ശരിക്കും എത്രത്തോളം അവർ ഹീൽ ചെയ്യാത്തതിന് അല്ലെങ്കിൽ അവർ ഒരു ഹെൽപ്പ് എടുക്കാത്തതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അതിന് ഭയങ്കരമായിട്ട് രണ്ട് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ പേരൻറ്റിങ് എന്ന് പറയുന്ന കാര്യത്തിന് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൽ അതിഭീകരമായ റോളുണ്ട്, അങ്ങേറ്റത്തെ റോളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കുട്ടി ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത് ആ ബിഹേവിയറിന് ഒന്നില്ലെങ്കിൽ ആ വീട്ടിൽ അറ്റൻഷൻ കിട്ടിക്കാണും അല്ലെങ്കിൽ തീരെ കിട്ടിക്കാണില്ല. അപ്പോൾ ഏതാണോ ആ കുട്ടിക്ക് വർക്കായത് അതായിരിക്കും പിൽക്കാലത്ത് ആ കുട്ടി പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചോദിച്ച ചോദ്യത്തിൽ പേരൻറ്റിങ്ങിൻ്റെ ഒരു റോള് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിസ്സാരമായൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുട്ടിക്ക് വിശക്കണമെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കേണ്ട സമയം ഇതല്ല, ഇപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു. വേറൊരു സമയത്ത് എനിക്ക് ഇന്ന സാധനം ചൂസ് ചെയ്യണമെന്ന് പറയാണ് വാങ്ങാനായിട്ട്. അത് നിങ്ങൾക്ക് ചേരില്ല, നിങ്ങൾ ഇത് എടുത്താൽ മതി എന്ന് പറയും. അതായത് അഭിപ്രായങ്ങളെ, അവരുടെ സെൻസിനെ അവർ മനസ്സിലാക്കുന്നതിനെ, അവരുടെ തോന്നലുകളെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇവർ ടീനേജിലേക്ക് എത്തുമ്പം ഇവർക്ക് ഹോർമോൺസിന്റെ ശക്തിയുണ്ട്. അപ്പോൾ അവർ ഭയങ്കര റിബല്യസ് ആയിട്ടൊരു ബിഹേവിയർ എടുക്കുമ്പം നമ്മളിത് ഇതുവരെ കാണാത്തതുകൊണ്ട് പല പേരൻസും അപ്പോൾ ചോദിച്ച കാര്യം സമ്മതിക്കും. അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഇങ്ങനെ ചോദിച്ചാലേ ഇവിടെ ഈ കാര്യം നടക്കുള്ളൂ. ഓക്കെ, ഇത് ഒരു രീതിയാണ്. ഇങ്ങനെയാണ് ബോർഡർ ലൈൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. നാർസിസ്റ്റിക് കുട്ടികൾ ഡെവലപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഒരു തരത്തിലുള്ള അപ്രിസിയേഷനും കിട്ടില്ല. അവരുടെ ടോക്സിക് ആയിട്ടുള്ള മദറിന് ഇഷ്ടമുള്ള പോലെ ബിഹേവ് ചെയ്താൽ മാത്രം ശ്രദ്ധ കൊടുക്കും. മദറിനെ പ്രീണിപ്പിച്ചാൽ ശ്രദ്ധ കൊടുക്കും. മദറിന് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചെയ്താൽ സൈലന്റ് ട്രീറ്റ്മെൻറ്റും ഇമോഷണൽ അബ്യൂസും പണിഷ്മെൻറ്റും കൊടുക്കും. അപ്പോൾ ഇവരെപ്പോഴും മറ്റയാളുടെ അപ്രിസിയേഷൻ കിട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രോസസ്സിലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇവരുടെ സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻസ് അങ്ങ് കൂടി വരും. അവർക്ക് എൻ്റെ അപ്രിസിയേഷൻ എനിക്ക് കിട്ടേണ്ടത്, അങ്ങനെ ഇവർ തന്നെത്താനെ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പതുക്കെ മാറുകയാണ്. ഇപ്പോൾ പല വിക്ടിംസും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് എന്താണെന്നറിയാമോ? അവരുടെ പാർട്ട്ണറിനെ ഇവരിങ്ങനെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം. ഒരു കാര്യത്തിന് എത്ര തവണ പ്രശംസിക്കാൻ പറ്റും? അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇവർക്കിത് മടുക്കും. അപ്പോൾ ഇവരിത് പറയാണ്ടേ ആകുമ്പോൾ അത് ഒരു അടുത്ത കുറ്റമായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലെയിം ചെയ്യും. അങ്ങനെ ഇതൊരു സൈക്കിളാണ് അബ്യൂസിൻ്റെ. മിററിങ്ങിൽ തുടങ്ങി ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്നു. നീ പറയുന്ന ഒന്നും ശരിയല്ല,
ഇതാണ് ശരി, ഇത് നിന്റെ തോന്നലാണ്. തോന്നൽ എന്ന് പറയുന്നത് വാലിഡ് അല്ലേ? അതെ, തോട്ട് ഇസ് വാലിഡ്. യെസ്, You think based on the facts you have derived out of your logic and your information. And if you are convinced it's not valid, you will edit it. That is your flexibility. ഇതില്ല. പിന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ് അവർ നിൽക്കുക. ഞാൻ ഉള്ളതുകൊണ്ടാണ് നീ ഇപ്പം ഇങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്, ഇല്ലെങ്കിൽ കാണായിരുന്നു. അപ്പോൾ ഈ വിക്ടിമിന് സത്യത്തിൽ കോൺഫിഡൻസ് തകർന്ന് അവർ പേടിച്ച് അവർക്ക് സ്വം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് കൂടും. അതായത് വാട്ട് ഐ വാണ്ട് ആൻഡ് വാട്ട് ഐ ഡു വിൽ നോട്ട് മാച്ച്. അതിന് നമ്മൾ കോഗ്നിറ്റീവ് ഡിസൊണൻസ് എന്ന് പറയും. അത് ആങ്സൈറ്റി ഉണ്ടാക്കും. ആങ്സൈറ്റി ഉണ്ടാക്കിയാൽ വയറിനകത്ത് ആസിഡ് റിലീസ് കൂടും. എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം ദഹിപ്പിക്കാൻ നേരത്ത് മാത്രം ആസിഡ് റിലീസ് മതി. പക്ഷേ നമ്മളുടെ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യുന്ന ടെമ്പറൽ ലോബിന് ആമാശയത്തിലേക്ക് ഡയറക്റ്റ് നെർവ് എൻഡിങ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ബേജാറുള്ള കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുമ്പോൾ അവിടെ ആസിഡ് റിലീസ് ഉണ്ടാവും. അപ്പോൾ ഭക്ഷണമില്ല. അപ്പോൾ ശരീരത്തിൽ അസുഖമില്ലാതെ ശരീരത്തിൽ ലക്ഷണങ്ങൾ വരാൻ തുടങ്ങും. ശരീരത്തിൽ ലക്ഷണങ്ങൾ വരുമ്പോൾ അസുഖമില്ലാതെ ലക്ഷണങ്ങൾ വരില്ലല്ലോ എന്ന സാമാന്യ യുക്തി ഉപയോഗിച്ച് നമ്മൾ ഡോക്ടർ ഷോപ്പിങ്ങിന് ഇറങ്ങും. ഇതാണ് ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഒരാളെപ്പോഴും രോഗിയായിരിക്കും, മറ്റേ ആൾ വളരെ ഹെൽത്തി ആൻഡ് ചെയർഫുൾ ആയിരിക്കും. ബിക്കോസ് ദേ ഫീഡ് ഓൺ ദെയർ ഇമോഷൻസ്. അതായത് വിക്ടിമിനും അങ്ങനെ എന്തെങ്കിലും, അതായത് ഇപ്പം ഞാനൊരു എന്താ പറയുക, ഒട്ടും എൻ്റെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യാത്തൊരു സ്പേസിലാണ് ഞാൻ വളർന്നതെങ്കിൽ, ഡു ഐ ഹാവ് എ ടെൻഡൻസി ടു അട്രാക്ട് എ പേഴ്സൺ ഹൂസ് എ നാർസിസിസ്റ്റ്? യെസ്, യു ഹാവ് എ ടെൻഡൻസി ടു അട്രാക്ട്. യു വിൽ ടോളറേറ്റ് മോർ ഓൾസോ. ഇപ്പം നമുക്ക് നമ്മളുടെ ടോക്സിക് മദറിനെ സന്തോഷിപ്പിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ സന്തോഷിപ്പിക്കേണ്ട ഒരു ആവശ്യം വരികയാണ് ഫോർ ഇല്ലോജിക്കൽ റീസൺസ്. യു വിൽ ജസ്റ്റ് ബ്ലൈൻഡ്ലി ഡു ഇറ്റ് ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് അപ്പിയർ അബ്നോർമൽ ടു യു. യു തിങ്ക് ഇറ്റ് ഇസ് നോർമൽ. വേറൊരു ആൾ ലൈഫിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ആൾക്കാർ കൂട്ടുകാരൊക്കെ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സിലൊരു ചോദ്യചിഹ്നം പോലും വരുള്ളൂ. ഇത് സത്യത്തിൽ അങ്ങനെ അല്ലേ? ബാക്കിയുള്ളവർ അങ്ങനെ അല്ലല്ലോ ചെയ്യുന്നത്. നമുക്കും എന്തോ ഒരു ശരികേട് തോന്നും. പക്ഷേ ഇത് നിലനിർത്തണമെങ്കിൽ ഞാൻ അങ്ങനെ നിന്നാലേ ഇത് നിലനിർത്താൻ പറ്റുള്ളൂ എന്ന് അവർക്ക് അങ്ങോട്ട് തോന്നുകയാണ്. കാരണം അവർ വീട്ടിൽ ശീലിച്ച അതാണ്. ഇനിയിപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് പോയിട്ട് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞു എന്ന് വിചാരിക്കും. ഈ ടോക്സിക് ആയിട്ടുള്ള അമ്മമാർ അവരോട് എന്താ പറയുന്നത്? നിന്റെ കുഴപ്പം കൊണ്ടായിരിക്കുള്ളൂ. അല്ലാണ്ട് മറ്റേ ആൾ ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഇത്രയും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ പറയാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വിക്ടിം വീണ്ടും ബ്രേക്ക് ആവും. വിക്ടിമിൻ്റെ തലയിൽ വരുന്ന സത്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ആരും വിശ്വസിക്കില്ല. വേറെ ആളോട് പറഞ്ഞു നോക്കും ഇതേ കഥ, വേറൊരാളോട് പറഞ്ഞു നോക്കും ഇതേ കഥ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ നാർസിസ്റ്റ് പുറത്തുള്ള എല്ലാവരോടും എനിക്ക് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, മറ്റേ ആൾക്ക് ഭയങ്കര മൂഡ് പ്രോബ്ലംസ് ആണ്, അവർ ഭയങ്കര ഇമോഷണലാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഞാനായതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു സ്മിയർ ക്യാമ്പയിൻ പുറത്ത് നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഈ വിക്ടിം പറയുന്ന പല കാര്യങ്ങളും പുറത്തുള്ളവർ മുഖവിലയ്ക്ക് എടുക്കാത്തത്. പക്ഷേ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരാൾ ഈ നാർസിസ്റ്റിൻ്റെ ശരിയായ ഒരു രൗദ്രഭാവം കാണാനിടയാകും. ചിലപ്പോൾ വല്ലാണ്ട് ഇവർ ഉപദേശിക്കാൻ ചെന്നാലോ കൂടുതലായിട്ട് ഇടപെട്ടാലോ ഇവർക്ക് അങ്ങനെ ചെല്ലുന്നവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്ത് കളയുന്നൊരു രീതിയുണ്ട്. കാര്യം അവർക്ക് എപ്പോഴും വിക്ടിമിനെ സോഷ്യൽ ഐസൊലേഷനിൽ കീപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ അവർ വിക്ടിംസിന്റെ ചിറക് കട്ട് ചെയ്യും. ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളോട് ജോലിക്ക് പോകണ്ടെന്ന് പറയും ഫസ്റ്റ് തിങ്. അതിന് അവർ പറ്റാവുന്ന എല്ലാ ന്യായങ്ങളും അവരതിനു വേണ്ടി കണ്ടെത്തും. ഞാനിത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ പറ്റാത്തൊരവസ്ഥയിലാകും. അതെ. അപ്പം അവർക്ക് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസമുണ്ട്, അവർക്കൊരു ഇൻ്റർവ്യൂവിന് പോകാനുണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റില്ല. ആ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു തടസ്സം അന്ന് അവർ സൃഷ്ടിച്ചിരിക്കും. അപ്പോൾ യാത്ര പോകേണ്ട ദിവസം പാസ്പോർട്ട് കാണാതായ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ദിവസം ഒരു 3 പേരെങ്കിലും വിക്ടിംസിനെ കാണുന്നുണ്ട് ഒരു ദിവസം. ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ നമ്പർ. അപ്പോൾ അത്രേ ഇത് സൊസൈറ്റിയിൽ ഹൈ ആണ്. ഇത് ഇങ്ങനെ ഒരു വിക്ടിം ഇപ്പം മാമിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ
യൂഷ്വലി നമ്മളൊരു റിലേഷൻഷിപ്പ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യം വരുമ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകാം എന്നാണല്ലോ നമ്മൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യുക ഇഫ് ഇറ്റ് ഇസ് യുനോ. പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി നമ്മൾ കേട്ട് വരുമ്പോൾ കുറച്ച് കുറവുള്ള പോലെയാണ് തോന്നുക. സോ എന്തെങ്കിലും തരത്തിൽ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള എന്തെങ്കിലും ടാക്ടിക്സ് ഉണ്ടോ? ആസ് ഇൻ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ലെവലിൽ വ്യത്യാസമുള്ള ആൾക്കാരുണ്ടോ? അതായത് ചില ആൾക്കാരെ നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്താൽ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, ഒരു യുനോ ഒരു ഹെൽത്തി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഒരു മാനേജബിൾ സിറ്റുവേഷനിലെങ്കിലും പറ്റും, അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഈ നാർസിസ്റ്റിൽ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു സിംപ്ലർ ആയിട്ടുള്ള 2 തരങ്ങൾ എന്ന് പറയാം, ഓവേർട്ട് ആൻഡ് കോവേർട്ട് നാർസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരിൽ അവർ പൊതുവെ പുറത്തുള്ള ആൾക്കാർ അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നത് തീരെ താല്പര്യപ്പെടുന്നില്ല. മറ്റവർക്ക് പുറത്തുള്ള ആരെന്തറിഞ്ഞാലും അവർ അങ്ങനെ ഒരു മതിൽ പോലെ നിൽക്കും. ഓക്കെ. അപ്പം മറ്റാൾക്കാരുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരിലേക്കും ഇത് എത്തും എന്നുള്ളൊരു ധാരണ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ കാഠിന്യം കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ചേഞ്ച് ആവില്ല. ഓക്കെ. കാഠിന്യം ചിലപ്പോൾ അവർ കുറയ്ക്കും. പിന്നെ എന്തുകൊണ്ടാണ് പല ആൾക്കാരും പല റിലേഷൻഷിപ്സും ഉപേക്ഷിച്ച് പോവാത്തെ? തിരിച്ചു പോകാനൊരു സ്ഥലം അവർക്കില്ല. കാര്യം ഈ ഫാമിലിയുടെ പേരൻറ്റിങ്ങിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. 2, ആദ്യമേ ജോലി എന്ന് പറയുന്ന സാധനം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതുകൊണ്ട് മറ്റു മാർഗങ്ങളില്ല. നേരെ മറിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2 ദിവസത്തിൽ ഡിവോഴ്സായി അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഡിവോഴ്സായി എന്ന് പറയുന്ന, ഇതൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാവാനാണ് സാധ്യത. അതായത് അവർ ഹെൽത്തി ആയിട്ടുള്ള ബന്ധങ്ങൾ കണ്ട് ശീലിച്ചവരായതുകൊണ്ട് അൺഹെൽത്തി പാറ്റേൺ അവർ ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുകയും അവരുടെ സെൽഫ് റെസ്പെക്റ്റിൻ്റെ ആ ഒരു ഔന്നത്യം കൊണ്ട് ഞാനിത് ടോളറേറ്റ് ചെയ്യില്ല എന്നുള്ള തീരുമാനം കൃത്യമായിട്ട് എടുക്കുകയും ആ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സൊസൈറ്റി അവരുടെ ചുറ്റും ഉണ്ടാവുകയും ചെയ്യുന്നു. സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് അവർക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. മറ്റാൾക്കാർ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക്, ഇവരെല്ലാ കാര്യങ്ങളും ഈ നാർസിസ്റ്റിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്നാൽ ഈ നാർസിസ്റ്റിനെ പറ്റി ഇവർക്ക് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം എത്ര എക്സ്ട്രാ ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കുന്നോ അത്രയും അത് നിങ്ങൾക്കെതിരായി ഉപയോഗിക്കപ്പെടും. അപ്പോൾ അവിടെ ആ വീട്ടിൽ നിലനിന്ന് പോകാനുള്ള ഒരു സ്ട്രാറ്റജി കൃത്യമായ ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് 1. 2, ഇവർ ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ, മൈക്രോ മാനേജ് ചെയ്യും. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ എറർ അല്ല, അത് ഇമോഷണൽ അബ്യൂസാണ്. അപ്പോൾ നമ്മളെ പറ്റി മറ്റയാളൊരു കാര്യം പറയുമ്പോഴേക്കും അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് ഫീൽ ചെയ്യാനോ, ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യും അല്ലേ, അത് തെറ്റാണെന്ന് വിചാരിച്ചിട്ട് തർക്കിക്കാനോ പോകരുത്. ബിക്കോസ് അതേഴ്സ് ഒപ്പീനിയൻ ഡസൻറ്റ് മേക്ക് യുവർ റിയാലിറ്റി. ഇപ്പം ഞാൻ എപ്പോഴും തെറപ്പിയിൽ പറയുന്ന ഒരു എക്സാമ്പിള്, നിങ്ങളോട് ഒരാൾ നിങ്ങൾ തവളയാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ഉടനെ എല്ലാവരും പറയും ഞാൻ തവളയല്ല എന്ന് പറയും. നിങ്ങൾ എന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ തവളയല്ലാന്ന്? മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇട്ട് തന്നാൽ നമ്മളതിൽ പിടിക്കുമോ? നമ്മളെ അത് ഇമോഷണലി പിടിച്ചു കുലുക്കുമോ? നമ്മൾ അപ്സെറ്റ് ആകുമോ? നമ്മൾ റിയാക്ട് ചെയ്യുമോ ഇൻസ്റ്റെഡ് ഓഫ് റെസ്പോണ്ടിങ് ഓർ ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിങ്? ഇതൊക്കെ അവർ ടെസ്റ്റ് ചെയ്യും ആദ്യമേ. ഓക്കെ. അപ്പോൾ ഇതിലൊക്കെ കുടുങ്ങുന്നവരെയാണ് അവർ വിക്ടിം ആക്കുള്ളൂ, അല്ലാത്തവരെ അവർ സ്ക്രീൻ ഔട്ട് ചെയ്യും. എഗെയിൻ മനഃപൂർവ്വം എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഇതിനകത്തില്ലെങ്കിൽ അവരിങ്ങനെ സ്ക്രീൻ ഔട്ട് ചെയ്യുമോ? അപ്പോൾ അതാണ്. അപ്പോൾ അതേഴ്സ് ഒപ്പീനിയൻ ഡസൻറ്റ് മേക്ക് യുവർ റിയാലിറ്റി. അപ്പോൾ അവരിട്ട് തരുന്ന ബ്ലെയിം ഗെയിം നമ്മൾ ഒരിക്കലും ആ ഗെയിമിലെ പാർട്ട്ണർ ആവരുത്. അപ്പം നമുക്കത് ഇപ്പോൾ നിങ്ങളൊരു തവളയാണെന്ന് പറഞ്ഞാൽ അറിയോ ഓക്കെ എന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അത് കേൾക്കാത്ത ഭാവത്തിൽ ആ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഉൾക്കരുത്ത്, റെസിലിയൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്കില്ല്. അപ്പോൾ റെസിലിയൻസ് ബിൽഡിങ് എങ്ങനെയാണെന്ന് വിക്ടിംസിനെ നമ്മൾ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യാറുണ്ട്. റെസിലിയൻസ് എന്ന് പറയുന്നത് ക്രൈസിസിൻ്റെ സിറ്റുവേഷനിൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. നമ്മൾ വാടിപ്പോകാതെ തകർന്നു പോവാതെ നമ്മൾ തിരിച്ച് ഉയർത്തെഴുന്നേറ്റ് അതെ അതെ ഇറ്റ്സ് ലൈക്ക് യു നോ ദാറ്റ് റബ്ബർ ബാൻഡ് ഗെറ്റിംഗ് ബാക്ക്. ആ ഒരു ഇലാസ്തികത നമ്മളുടെ വൈകാരികതയുടെ ഒരു ബാൻഡിലും വരണം. അല്ലാതെ നമ്മൾ ആ ഒരു നെഗറ്റീവ് ഫീലിങ്ങിൽ കുടുങ്ങി അങ്ങോട്ട് അവിടെ നിന്നാൽ യു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലൈഫ്, എവറിബഡി എൽസ് മൂവ് ഓൺ.
പിന്നെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയല്ലോ എന്ന് സ്വയം പരിതപിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ആരായിരുന്നു എന്ന് നിങ്ങൾ മറക്കുവേ. ബിക്കോസ് നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള ഫാക്റ്റും കൂടി ഇവരാണല്ലോ തരുന്നത്. നമ്മളെ ഫീഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ടോക്സിക് അംനീഷ്യ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. വേണ്ട കാര്യം പോലും അങ്ങനെയല്ല അന്ന് സംഭവിച്ചു, ഇങ്ങനെയാണ് നീ പറഞ്ഞത് എന്ന് അവർ ഉറപ്പിച്ച് പറയുമ്പോൾ, ഒച്ചയെടുത്ത് പറയുമ്പോൾ നമുക്ക് തന്നെ എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കും, കാര്യം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ലല്ലോ, അതിലേക്ക് അങ്ങോട്ട് കുടുങ്ങുകയാണ്. അപ്പോൾ എന്താ പറയുക, ആ അടിച്ച വഴിയെ പോവുക എന്ന് പറയില്ലേ, ആ ഒരു പാറ്റേണിലേക്ക് വളരെ സുഖമായിട്ട് ഈ വിക്ടിമിനെ ഷോയിങ് ക്യാരറ്റ് മേക്കിംഗ് ദി ആനിമൽ വാക്ക് എന്ന് പറയില്ലേ, അങ്ങനെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റീവ് എന്ന് പറയുന്നത്, ലയിങ് എന്ന് പറയുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പെത്തലോജിക്കൽ ലയിങ് അവരുടെ മറ്റൊരു ക്ലാസിക് ഫീച്ചറാണ്. ഓക്കെ, ഇത് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല, ഇത് പറയുന്നത് ശരിയാണോ കള്ളമാണോ എന്ന് മനസ്സിലാവാത്ത വിധത്തിൽ ഒരു അവിയലാക്കിയിട്ടായിരിക്കും ഇത് പ്രസൻറ്റ് ചെയ്യുക. ചില എലമെൻറ്റ്സ് ഓഫ് ട്രൂത്ത് ഉണ്ടാവും, ചില എലമെൻറ്റ്സ് ഓഫ് മാനിപ്പുലേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ ആലോചിച്ചിട്ടൊക്കെ ഇരിക്കും. പക്ഷേ അവർക്ക് ഒരിക്കലും ആ കറക്റ്റ് വസ്തുത മാത്രമായിട്ട് ഫണൽ ഡൗൺ ചെയ്യാൻ പലപ്പോഴും മനുഷ്യർക്ക് പറ്റാണ്ട് വരിക. ഒരു വിക്ടിം ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഉണ്ടാവുമ്പോൾ അവരുടെ ഒരു ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫസ്റ്റ് അവരോട് തന്നെ ഉള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അതെന്തായിരിക്കും? അതായത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഐ ആം നോട്ട് ഫീലിംഗ് ഓക്കെ, എന്തായിരിക്കും? ആൻഡ് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ആൾക്കാർ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം കൂടെ അവർ ഫീഡ് ചെയ്യുന്നുണ്ടോ സോ ദാറ്റ് ദ അതർ പേഴ്സൺ വിൽ ഹോൾഡ് ഓൺ? സീറോ ഇല്ല. ഈ വിക്ടിംസ് വരുന്നത് പലപ്പോഴും അവർക്ക് ആങ്കർ ഡിസ്കൺട്രോൾ ഉണ്ടെന്നും പറഞ്ഞാണ്. ലൈക്ക് മൈ പാർട്ട്ണർ ഇസ് സേയിങ് ദാറ്റ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതെ, ശരിയാണ്, അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് എപ്പോൾ തുടങ്ങി, എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ആരുടെ അടുത്താണ് അതുള്ളത്, അത് നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ, ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ, പ്രോപ്പറായിട്ട് അസസ് ചെയ്യുമ്പോഴാണ് അത് പുറത്തേക്ക് വരിക. ഓക്കെ, ഇവരെ ഒരു നാർസിസ്റ്റ് പ്രകോപിപ്പിക്കുന്നത് ആരും കാണില്ല. 10 തവണ പ്രകോപിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ ഓവർ റിയാക്ഷൻ ആൾക്കാർ കാണും. അതെല്ലാവരെയും കാണിച്ചുകൊണ്ടേ ഈ നാർസിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അങ്ങനത്തെ പൊസിഷനിൽ അങ്ങനത്തെ എല്ലാവരെയും നമ്മൾ ചെസ് ബോർഡിലെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന ദിവസം, ബന്ധുക്കൾ ആരെങ്കിലും വന്നിട്ടുള്ള ദിവസം, അല്ലെങ്കിൽ യാത്രയുടെ ഇടയിൽ വിത്ത് വിറ്റ്നസ്സസ് അറൗണ്ട് ദം, ദേ വിൽ പ്ലേസ് ദാറ്റ് സീൻ. അപ്പോൾ ഇവർ റിയാക്ട് ചെയ്യും. അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ അവരുടെ റിയാക്ഷൻ നമ്മളെല്ലാവരും ഒന്ന് കണ്ടതാ. ഈ റിയാക്ഷന് മുമ്പ് 10 തവണ ഇവരെ പ്രൊവോക്ക് ചെയ്തത് ആരും കണ്ടു കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും 10 പോയിന്റിൻ്റെ സ്കെയിലിൽ 3 പോയിന്റിൻ്റെ കാര്യത്തിന് ഇവരുടെ റിയാക്ഷൻ 8 പോയിന്റാണ്. എന്തായിരിക്കും ഒരു സാധാരണ ആളുടെ ഇമ്മീഡിയറ്റ് ജഡ്ജ്മെന്റ് എന്തായിരിക്കും? ഓഫ് കോഴ്സ് അവർക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത്. കണ്ടത് വിശ്വസിക്കുക, കാണാത്തത് വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്യൂഡോ ലോജിക്ക് നമ്മൾ യൂസ് ചെയ്യാണല്ലോ. അപ്പോൾ കുറേ പേര് അങ്ങനെയാവും. അതുകൊണ്ടാണ് ഈ കേസസ് ഫാമിലി കോടതികളിൽ പലപ്പോഴും തീരാത്തെ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളാണ് ഏറ്റവും കൂടുതൽ കെട്ടിക്കിടക്കുന്നത്. കാര്യം അവരൊരിക്കലും മറ്റേ ആൾക്ക് ആ ഒരു ഫ്രീഡം, വേറൊരു ലൈഫ് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം അവർ കൊടുക്കില്ല. കാര്യം ഇവർക്കിനി വേറൊരാളെ കണ്ടെത്തി മെൻഡ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടേ. അതാണ്. വേറെ ഏതെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ട്രെയ്റ്റ്സ് നാർസിസ്റ്റിന് ഉണ്ടാവാനുള്ള ബോർഡർ ലൈൻ ഉണ്ടാവാം. ഓക്കെ, ഹിസ്ട്രിയോണിക്കും ഉണ്ടാവാം. ഓക്കെ, ആന്റി സോഷ്യൽ എലമെന്റ്സ് ഇവരുടെ സ്കീമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ, അതായത് ഗൂഢാലോചന, പ്ലാനിങ് ഒക്കെ നോക്കുമ്പോൾ കുറച്ചൊരു ആന്റി സോഷ്യൽ എലമെന്റ്സ് ഉണ്ട്. പക്ഷെ കൂടുതൽ ഈ ക്ലസ്റ്റർ ബി എന്ന് പറയുന്ന 4ഉം പലതും ഇന്റർചേഞ്ചബിളി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ, ഒന്നൊന്നിലേക്ക് ഇത്തിരി തൂവി പോവാം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരവസ്ഥയുണ്ട്. പക്ഷെ ഈ ബോർഡർ ലൈനിന് കൂടുതൽ ഹിസ്ട്രിയോണിക്കും നാർസിസ്റ്റിന് കൂടുതൽ ആന്റി സോഷ്യലും എന്ന് വേണമെങ്കിൽ കുറച്ചും കൂടെ ക്ലിനിക്കലി പറയുന്നതാണ് കേട്ടോ ഞാൻ. അങ്ങനത്തെ എവിഡൻസ് ബേസ്ഡ് റിസർച്ച് എനിക്ക് അത്ര ഓർമ്മയില്ല. ഇപ്പോൾ ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു പാരന്റ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്? ആ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ലോ കോൺഫിഡൻസ് ആയിരിക്കും. കാര്യം കുട്ടി ചെയ്യുന്ന എല്ലാം തെറ്റാണല്ലോ.
എന്ത് ചെയ്താലും അതിനെ വിമർശിക്കുകയാണ്. ജീവിതത്തിൽ അപ്രിസിയേഷൻ, അങ്ങനത്തെ കുട്ടികളെ ഞാൻ കാണുന്നുണ്ട്. 10 വയസ്സുള്ള കുട്ടികൾ തൊട്ട് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളും ഇപ്പോൾ മറ്റേ 25 വയസ്സുള്ള ജോലി ചെയ്യുന്ന IT പ്രൊഫഷണൽസോ ബാങ്ക് ജീവനക്കാരോ ഡോക്ടേഴ്സോ ആയിട്ടുള്ള കുട്ടികളെയും ഞാൻ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ കുട്ടികൾ മുതിർന്നവരായത്. അപ്പോൾ അവരിൽ പലർക്കും മെറ്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ട്. ഫാദർ വൂൺസ് ആൻഡ് മദർ വൂൺസ് എന്നൊക്കെ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തെല്ലാം ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൻ്റെ എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ചില മദേഴ്സ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഇമോഷണലി അൺസ്റ്റേബിൾ ആണെന്ന് വിചാരിക്കും. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം ആ വീട്ടിൽ ഒരു കുട്ടിക്കും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം എല്ലാവരും എല്ലാ കാര്യങ്ങളും അവർ പറയുന്ന പോലെ ചെയ്യണം. എവറിഥിങ് ഷുഡ് ബി ത്രൂ മീ. അങ്ങനെ നമ്മളൊരു മനുഷ്യജീവിനെ നിയന്ത്രിക്കാൻ പോയാൽ പിന്നെ അവരുടെ വ്യക്തിത്വം എങ്ങനെ പുറത്തേക്ക് വരും? അപ്പോൾ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം അവരുടെ വ്യക്തിത്വത്തിന് എക്സ്പ്രഷൻ കിട്ടുന്ന, അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവർക്ക് ബിലോങ്ങിങ്നെസ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കുറേ പേര് ഹെൽത്തി ആയിട്ടും രക്ഷപ്പെടാറുണ്ട്. ഓക്കെ. പേരൻറ്റ് ടോക്സിക് ആണെങ്കിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. പിന്നെ ഈ മാരൈറ്റൽ കോൺഫ്ലിക്ട്സിലെ മെറൈറ്റൽ സ്കിസം എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതിൽ ഈ സ്ക്യൂ എന്ന് പറയുന്നത്, ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒരു വെൽ ഷേപ്ഡ് കർവിൽ സ്ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുള്ള ഒരു കർവിനെയാണ് സ്ക്യൂഡ് കർവ് എന്ന് പറയാം. അതായത് ഒരു കുട്ടീനെ ഒരു പേരൻറ്റിൻ്റെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് മറ്റേ പാർട്ട്ണറെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പൊ അതിനു വേണ്ടി ചിലപ്പോൾ ഈ കുട്ടികൾക്ക് അവർ ചോദിക്കണെല്ലാം വാങ്ങിക്കൊടുക്കുക, എല്ലാം ഇത് എന്താ പറയാ പൈസയൊക്കെ കൊടുക്കുക, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, വഴക്ക് പറയാണ്ടിരിക്കുക, തെറ്റ് ചെയ്താൽ പോലും നോ പറയാതിരിക്കുക. അപ്പൊ അതൊക്കെ ഈ പേഴ്സണാലിറ്റി പ്രോബ്ലം ഉള്ള പേരന്റാ ചെയ്യാ. അല്ലാത്ത പക്ഷം കുട്ടി നന്നാവണം, കുട്ടിക്ക് ഹെൽത്തി ആയിട്ടുള്ള മനസ്സുണ്ടാവണം, സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രാപ്തിയിലേക്ക് കുട്ടീനെ നീക്കണം, ആത്മവിശ്വാസമുള്ളതായിട്ട് കുട്ടി വളരണം എന്നല്ലല്ലോ അവർ ആഗ്രഹിക്കുക. എൻ്റെ ഭാഗത്ത് നിൽക്കണമെന്നുള്ള അതീവ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എലമെന്റ് മാത്രമല്ലേ ആ പേരന്റിനുള്ളൂ. അപ്പം അതൊക്കെ ടോക്സിക് എലമെന്റ്സ് തന്നെയാണ്.